ഹലോ സ്റ്റുഡൻസ്, നമുക്ക് റാബീസ് ടെസ്റ്റിൻ്റെ പാർട്ട് ബിയിലേക്ക് വരാം. പാർട്ട് എയിൽ എ ഗ്രേറ്റർ ദാൻ 1 ഒരു ഫിക്സഡ് സ്റ്റേജും ഉണ്ടെങ്കിൽ അബ്സല്യൂട്ട് കൺവെർജൻസ് സച്ച് ദാറ്റ് ദ മോഡുലസ് ഓഫ് ratios of consecutive terms less than or equal to 1 minus the given constant divided by the number n, xn plus 1 by xn number n, for all n greater than or equal to the fixed stage k, then sigma xn is absolutely convergent. That's part A. Then part B says that if there exists a less than or equal to 1 and fixed stage k element of the natural numbers such that modulus of, considering the ratio same then xn plus 1 divided by xn, instead of less than or equal to we get greater than or equal to 1 minus a by n for all n greater than or equal to k. ഇവിടുത്തെ നമ്പർ a less than or equal to 1 ആണ് എന്ന് കരുതിക്കണം. Then sigma mod xn is not convergent. അല്ലെ, sigma xn അതിൻ്റെ അബ്സല്യൂട്ട് കൺവെർജൻസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. നോട്ട് absolute convergence ആണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. നോട്ട് absolutely convergent. A greater than 1 and after a fixed stage, if this inequality is less than or equal to, then absolutely convergence. If there exists a less than or equal to 1 and after a fixed stage, the ratio greater than or equal to 1 minus a by n, then sigma xn is not absolutely convergent. നമുക്ക് പാർട്ട് ബിയുടെ പ്രൂഫിലേക്ക് പോകാം. പാർട്ട് ബിയുടെ പ്രൂഫിൽ നമുക്ക് തന്നിരിക്കുന്നത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, പാർട്ട് എയേക്കാളും വളരെ എളുപ്പമാണ്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് കെ എലമെന്റ് ഓഫ് എൻ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് xn plus 1 divided by xn is greater than or equal to 1 minus a by n. മുമ്പ് ചെയ്തപോലെ തന്നെ ഒരു for all n greater than or equal to k, for all n greater than or equal to capital K. That is for all n greater than or equal to k, modulus of xn plus 1 ഒരു സ്റ്റേജ് കഴിഞ്ഞ് modulus of xn plus 1 greater than or equal to modulus of xn into n minus a divided by n എന്ന് ഞാൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്തത്. ദാറ്റ് ഈസ് n ടൈംസ് മോഡുലസ് ഓഫ് xn plus 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് എ കോൺസ്റ്റന്റ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ എഴുതുക, n മൈനസ് എ ടൈംസ് മോഡുലസ് ഓഫ് xn ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. അതെല്ലായിടത്തുള്ളതാണ്. kth സ്റ്റേജ് ആദ്യമൊന്നുമില്ല, ഒരു സ്റ്റേജ് കഴിഞ്ഞാലെല്ലാം ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ആൻഡ് ഗിവൺ a ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, a less than or equal to 1. Therefore, n times modulus of xn plus 1 greater than or equal to a natural number ആണെന്ന് പറഞ്ഞിട്ടില്ല, a is a real number. n minus aക്ക് പകരം ഞാൻ n minus 1 കൊടുത്താൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ ആലോചിക്കുക. അല്ലെങ്കിൽ ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്യുക. n minus a into mod xn ഉം n minus 1 into mod xn ഉം തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്താൽ ഇത് n minus 1 by 2 ആണ്. അപ്പോൾ അതിനേക്കാളും വലിയൊരു നമ്പറാണ് ഇവിടെ കുറച്ചിരിക്കുന്നത്. mod xn മാറ്റമില്ല. അപ്പോൾ ഈ കോഎഫിഷ്യന്റ് ചെറുതാവുകയാണ് ചെയ്തത്, വീണ്ടും ചെറുതായി. ഓർ ദിസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നമുക്ക് ഇത് മാത്രം മതി. n ടൈംസ് മോഡുലസ് ഓഫ് xn പ്ലസ് 1 അവസാനത്തായിട്ട് കമ്പയർ ചെയ്യുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് 1 ടൈംസ് മോഡുലസ് ഓഫ് xn, മോഡുലസ് ഓഫ് xn. ഇത് നമ്മൾ മുമ്പ് പരിഗണിച്ചതുപോലെ തന്നെ ഒരു സീരീസ് ആണ്. സിഗ്മ n ഇൻറ്റു മോഡ് xn പ്ലസ് 1 അല്ല n മൈനസ് 1 ഇൻറ്റു മോഡ് xn, n ഇൻറ്റു മോഡ് xn പ്ലസ് 1 എന്ന് പറയാം. ഇത് തന്നെയാണ് n മൈനസ് 1 ഇൻറ്റു മോഡ് xn എന്ന് പറയുന്ന സീരീസ് ഓർ സിഗ്മ. ഇത് രണ്ടും ഒരേ സീരീസ് തന്നെയാണ്. വാല്യൂസ് കൊടുക്കുമ്പോൾ n ഈക്വൽ ടു 1 ഇവിടെ കൊടുത്താൽ 1 മൈനസ് 1 അത് വേണ്ട, n ഈക്വൽ ടു 2 കൊടുത്താൽ ആദ്യത്തെ ടേം കിട്ടും. ഇവിടെ n ഈക്വൽ ടു 1 തന്നെ കൊടുത്താൽ ടേം നമുക്ക് 1 ഇൻറ്റു x2 എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും ഒരേ സീരീസ് ആണ് എന്ന് മനസ്സിലാക്കുക. n മൈനസ് 1 ഇൻറ്റു മോഡ് xn എന്ന് പറയുന്ന സമ്മേഷൻ സിഗ്മ, ദാറ്റ് സീരീസ് ഈസ് എ എന്നാ നമ്മൾ കണ്ടേ, അതിന് പുറകിലത്തെ ടേമായി കിടക്കുന്നത് സിഗ്മ n ടൈംസ് മോഡുലസ് ഓഫ് xn പ്ലസ് 1ന്റെ n മോഡ് xn പ്ലസ് 1ന്റെ പുറകിലത്തെ ടൈമായി കിടക്കുന്നത്. അപ്പോൾ അതിനേക്കാളും വലുതാണ് n ഇൻറ്റു മോഡ് xn പ്ലസ് 1 നമ്മൾ കണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ്
ദ കമ്മിങ് ടേംസ്, പുതിയതായിട്ട് വരുന്ന ടേംസ് പഴയതിനേക്കാളും വലുതായിട്ടാണ് വരുന്നത്. ഫോർ ദ സീരീസ്, ഈ സീരീസ് ഈ ഫോമിൽ എഴുതിയാലും വേണ്ടിയല്ല, ഈ ഫോമിൽ എഴുതിയാലും വേണ്ടിയില്ല, സീരീസ് ഇസ് ഇൻക്രീസിങ്. ഈ സീരീസ് ഒരു ഇൻക്രീസിങ് സീരീസ് ആണ്. ഇൻക്രീസിങ് സീരീസ് ആണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് എ നമ്പർ സി. ഇത് എപ്പോഴും ഇല്ല, ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ കെ. ഇതിപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞാൽ 100 ആണെന്ന് വിചാരിച്ചു. ക്യാപിറ്റൽ കെ 100-നേക്കാളും 100-ഓ അതിലും വലിയ ടേംസ് ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് അപ്പോൾ മുതൽ സീരീസ് ടേംസ് ഇൻക്രീസിങ് ആയിട്ടുള്ള സീരീസ് ആണ് എന്ന് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ദെൻ ഇൻക്രീസിങ് ആണെങ്കിൽ ഒരിടത്ത് അതിൻ്റെ വാല്യൂ 10 ആണ് എന്ന് വിചാരിക്കാം. ടേമിൻ്റെ വാല്യൂ 10 ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ പിന്നെ വരുന്ന ടൈം അതിലും വലുതാണെന്നല്ലേ നമ്മൾ പറഞ്ഞേക്കുന്നത്. സേ ഫോർ n ഈക്വൽ ടു 100 ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ഇൻക്രീസിങ് ആണ്. അപ്പോൾ കിട്ടിയ വാല്യൂ 10 ആണ് എന്ന് വിചാരിക്കുക ഈ ടൈമിന്, n × mod xn + 1. അപ്പോൾ പിന്നെ വരുന്നത് 10-നേക്കാൾ ഇൻക്രീസിങ് ആണ്. ഇന്നത്തെ ടൈം ഇതിലും വലുതാണ്, അപ്പോൾ 10-നേക്കാളും വലുതായിരിക്കും. അപ്പോൾ നമുക്കൊരു നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ദെയർ എക്സിസ് എ നമ്പർ, റിയൽ നമ്പർ, അത് നാച്ചുറൽ നമ്പർ ആണെന്നില്ല, സി എലമെന്റ് ഓഫ് ആർ ആൻഡ് എ സ്റ്റേജ്. അത് ഈ കെ 100 ആവണം നിർബന്ധമില്ല. ചിലപ്പോൾ ഈ നമ്പർ നമ്മൾ കെ ഈക്വൽ ടു 100-ന് കറസ്പോണ്ടിങ് ആയിട്ട് സി കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് തന്നെ ആകാം. അല്ലെങ്കിൽ അതിലും വലിയ നമ്പേഴ്സൊക്കെ അതിൽ മുമ്പോട്ട് പോയി ടേംസ് എടുത്തിട്ട് നമുക്ക് നമ്പേഴ്സ് ഫിക്സ് ചെയ്യാം. അപ്പോൾ സി എലമെന്റ് ഓഫ് ആർ ആൻഡ് വേറൊരു സ്റ്റേജ് നമുക്ക് ഫിക്സ് ചെയ്തു. 110-ാമത്തെ സ്റ്റേജ് തുടങ്ങിയാണ് ഈ സിക്ക് ശരിയാകുന്നത് എന്ന് വിചാരിക്കുക. ആൻഡ് അനദർ സ്റ്റേജ് k1 എലമെന്റ് ഓഫ് n സച്ച് ദാറ്റ് n × മോഡുലസ് ഓഫ് xn + 1 greater than or equal to c for all n greater than or equal to that k1. അപ്പോൾ 100th തുടങ്ങിയാണെന്നില്ല, ചിലപ്പോൾ 200th തുടങ്ങിയായിരിക്കാം നമ്മൾക്ക് ഈ സി വാലിഡ് ആകുന്നത്. എനിവേ ദർ എക്സിസ്റ്റ് എ നമ്പർ സി, ഇൻക്രീസിങ് ടേംസ് ആണ്. അപ്പോൾ ഏത് റിയൽ നമ്പർ തന്നാലും അതിനേക്കാൾ വലിയ ടേം നമ്മുടെ സീരീസിൽ ഏത് റിയൽ നമ്പർ തന്നാലും ഉണ്ടാവണമെന്നില്ല അല്ലേ. അപ്പോൾ ഒരു പർട്ടിക്കുലർ റിയൽ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സീരീസിന്റെ ടേംസ് എല്ലാം ഇൻക്രീസിങ് ആയതുകൊണ്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവനും ഈ തന്നിരിക്കുന്നതിനേക്കാൾ വലുതാകുന്നു. റിയൽ നമ്പർ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സീരീസിന്റെ ടേംസ് നോക്കിയിട്ട് ചിലപ്പോൾ 10 ആകാം, 100 ആകാം. എനിവേ ദെയർ എക്സിസ്റ്റ് സി എലമെന്റ് ഓഫ് ആർ. ഇതിന്റെ ടേംസ് ഒക്കെ നോക്കിയിട്ട്, ടേംസ് ഇൻക്രീസിങ് ആണ്, ടേംസ് ഒക്കെ നോക്കിയിട്ട് 100th ടൈം കഴിഞ്ഞ് എവിടെയെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ടേം കണ്ടുപിടിക്കാം. n × mod xn + 1 ദെയർ എക്സിസ്റ്റ് എ സി, ഒരു സി മതി. ഒരു റിയൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. ആ റിയൽ നമ്പറിനേക്കാൾ വലുതായിരിക്കും, ഇൻക്രീസിങ് ടേംസ് ആണ് സീരീസിനുള്ളത് എന്നുള്ളതുകൊണ്ട് ആ റിയൽ നമ്പറിനേക്കാൾ വലുതായിട്ട് സീരീസിലെ ടേംസ് വരുന്നത് പോലെ, അതിനാണ് നമ്മളിത് ഇൻക്രീസിങ് ആണ് എന്ന് ആദ്യമേ പറഞ്ഞു വെച്ചത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു നമ്പർ, ഒരു സ്റ്റേജ് കണ്ടുപിടിക്കാൻ സാധിക്കും. ആൻഡ് ഇൻ ദാറ്റ് കേസ് വി ക്യാൻ സേ ദാറ്റ് മോഡുലസ് ഓഫ് xn + 1 greater than or equal to c/n after a certain stage for all n greater than or equal to k1. Then this can be viewed as this is equal to c × 1/n. And you know comparison test for series. അപ്പോൾ സിഗ്മ മോഡ് xn + 1-ഉം റൈറ്റ് സൈഡിൽ കിടക്കുന്ന സീരീസും കൺവേർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ ചെയ്യുന്നത് ഒരുപോലെ. xn ആൻഡ് yn ആർ 2 സീരീസ് സച്ച് ദാറ്റ് xn greater than or equal to yn, less than or equal to എന്ന് വേണമെങ്കിലും പറയാം. ദെൻ സിഗ്മ xn ആൻഡ് സിഗ്മ yn കൺവേർജസ് ഓർ ഡൈവേർജസ് ടുഗദർ. റൈറ്റ് സൈഡിലേത് കൺവേർജ് ചെയ്യുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെയും കൺവേർജ് ചെയ്യും, റൈറ്റ് സൈഡിൽ ഡൈവേർജ് ചെയ്യുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെയും ഡൈവേർജ് ചെയ്യും. അതാണ് കമ്പാരിസൺ ടെസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ റൈറ്റ് സൈഡിലെ പറ്റി നമുക്കറിയാം, സിഗ്മ 1/n ഡൈവേർജന്റ് ആണെന്ന് അറിയാം. therefore c × സിഗ്മ 1/n or സിഗ്മ c × 1/n, സിഗ്മ c/n റൈറ്റ് സൈഡിൽ കാണും, അതും ഡൈവേർജന്റ് ആണ്. c is the constant into another divergent series, therefore it is also divergent. ഇത് 10 എന്നാണ്, ഇത് പുറത്ത് നിൽക്കുക, 10 ഇൻറ്റു മറ്റേത് തന്നെ ഡൈവേർജന്റ് ആണ്, ആ സം തന്നെ ഡൈവേർജന്റ് ആണ്. സി 10 ആണെങ്കിലും 20 ആണെങ്കിലും അത് പുറത്ത് അവിടെ നിന്നാലും ഇത് ഡൈവേർജന്റ് ആയിട്ട് തന്നെ പോകും. therefore by comparison test സിഗ്മ ലെഫ്റ്റ് സൈഡിലേതിന്റെ സീരീസ് സിഗ്മ മോഡ് xn + 1, അതിനെ മുമ്പ് പറഞ്ഞതുപോലെ ഓർ സിഗ്മ മോഡ് xn എന്ന് വേണമെങ്കിലും ആ സീരീസിനെ റെപ്രസെന്റ് ചെയ്യാം. സിഗ്മ മോഡ് xn ഈസ് ഡൈവേർജന്റ്, സിഗ്മ മോഡ് xn ഈസ് ഡൈവേർജന്റ് ഓർ നോട്ട് കൺവേർജന്റ്. ഇത് കൺവേർജന്റ് അല്ല, മോഡുലസ് കൺവേർജന്റ് അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ, സിഗ്മ xn നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജന്റ്. ഇത് സിഗ്മ മോഡ് xn കൺവേർജന്റ് അല്ല,
മോഡുലസ് എടുത്തു കളഞ്ഞാൽ അബ്സല്യൂട്ട് കൺവേർജൻസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സിഗ്മ എക്സൻ ഈസ് നോട്ട് അബ്സല്യൂട്ട്ലി convergent എന്ന് നമുക്ക് പറയാൻ പറ്റും. Sigma xn is not absolutely convergent. And using these two parts, as in the earlier cases, we can have a corollary. And in that corollary, we define limit in terms of a. ഇതിൽ നിന്ന് a എഴുതിയിട്ടാണ് നമ്മൾ ലിമിറ്റ് തീരുമാനിക്കുന്നത് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. a എഴുതുമ്പോൾ എന്താ, a by n ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം. 1 മൈനസ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ, ഇതിൽ നിന്ന് a by n എഴുതാൻ. a by n equal to a by n greater than or equal to അല്ലേ? No, a by n less than or equal to 1 minus modulus of xn plus 1 divided by xn എന്ന് എഴുതാൻ പറ്റും. Then a ആകുമ്പോൾ എന്ത് ചെയ്യും, a less than or equal to n into 1 minus xn plus 1 divided by xn modulus എന്ന് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. Therefore we define a equal to limit of n times 1 minus mod xn plus 1 divided by xn. And if a greater than 1, we can have the limit a equal to limit of a less than or equal to a equal to limit of this quantity. And if a greater than 1, we get absolute convergence. And if a less than 1, less than or equal to illa, a less than 1, we get the series is not absolutely convergent. അപ്പോൾ അങ്ങനെയാണ് കൊറോളറി പറയുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ചെറിയ വ്യത്യാസം, എ ലിമിറ്റ് ആക്കിയിട്ടാണ് പറയുക. ഇതിൻ്റെ അകത്ത് എ എഴുതാൻ ശ്രമിക്കുക. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഴുതാൻ പറ്റും. ആ കിട്ടുന്ന എക്സ്പ്രഷൻ ഉപയോഗിച്ച് എ ഈക്വൽ ടു ലിമിറ്റ് n into 1 minus xn plus 1 divided by xn modulus എന്ന് എഴുതുക. if a greater than 1, we get absolute convergence. and if a തിയറത്തിൽ റാബീസ് ടെസ്റ്റിൽ ഇവിടെ പാർട്ട് ബിയിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഉണ്ട്. പക്ഷെ കൊറോളറിയിൽ ഇഫ് എ ലെസ് ദാൻ 1 ഉള്ളൂ. എ ഈക്വൽ ടു 1 ടെസ്റ്റ് ഉപയോഗിച്ച് ഒന്നും പറയാൻ, ലിമിറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ എ ഈക്വൽ ടു 1 ഒന്നും പറയാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊറോളറി പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യേണ്ട, എ ലിമിറ്റിന്റെ ടേംസിൽ എഴുതുന്ന കാര്യം പറഞ്ഞാൽ മതി. ബാക്കി മുഴുവൻ ടെസ്റ്റിൽ നിന്ന് പ്രൂഫ് ഫോളോ ചെയ്തോളും. പിന്നെ മറ്റു കൊറോളറിയിൽ ചെയ്യുന്നത് പോലെ തന്നെ എക്കും 1നും ഇടയ്ക്കുള്ള എ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ a1 ഗ്രേറ്റർ ദാൻ 1 എടുക്കുക. എ ലെസ് ദാൻ 1 ആണെങ്കിൽ എ ലെസ് ദാൻ a1 ലെസ് ദാൻ 1 എന്ന് a1 സെലക്ട് ചെയ്തിട്ട് റാബീസ് ടെസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യുന്നതായിട്ട് പറഞ്ഞാൽ മാത്രം മതിയാവും. അപ്പോൾ പ്രൂഫ് റാബീസ് ടെസ്റ്റിന്റെ പ്രൂഫ് തന്നെ ഈ എക്സ്പ്രഷനെ റീറൈറ്റ് ചെയ്ത് എ ലിമിറ്റ് ടേംസിൽ ഇതേപോലെ ഈ കാണുന്നത് പോലെ, ഇത് കൊറോളറിക്ക് വേണ്ടി എഴുതാണ്, ഈ കാണുന്നത് പോലെ എ എഴുതുക, എ ഈക്വൽ ടു ലിമിറ്റ് എന്ന് എഴുതുക എന്നുള്ളതേ കൊറോളറിയിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. Then selecting a1 between a and 1, a greater than 1 ആണെങ്കിൽ a less than 1 ആണെങ്കിൽ a1ന് ഈ റിസൾട്ട് പാർട്ട് എ ശരിയാവും, അബ്സല്യൂട്ട് കൺവേർജന്റ് കിട്ടും. a1ന് a less than 1 ആണെങ്കിൽ പാർട്ട് ബിയിലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, അപ്പോൾ അബ്സല്യൂട്ട് കൺവേർജൻസ് കിട്ടുകയില്ല എന്ന് കൊറോളറിയിൽ പറയുന്നു. കൊറോളറി നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളണം. കൊറോളറിയിൽ സംശയം ഉണ്ടാകാവുന്ന ഈ പാർട്ടാണ്. അത് ലിമിറ്റ് ആയതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അധികം ഡീറ്റെയിൽസിലേക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ടെസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഡിഫൈൻ എ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി ആൻഡ് ഇഫ് എ ഗ്രേറ്റർ ദാൻ 1, we get absolute convergence. and if a less than 1, not absolutely convergent. a equal to 1, the test fails. എന്ന് എല്ലാ കേസിലും തന്നെ ഇക്വാളിറ്റി കേസിൽ 1 തന്നെയാണോ നിർത്തില്ല, ഇക്വാളിറ്റി കേസിൽ ടെസ്റ്റ് ഫെയിൽ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഓർക്കുക. ഇന്റഗ്രൽ ടെസ്റ്റിന് മാത്രം അങ്ങനെ ഒരു കൊറോളറി ഉണ്ടായിരുന്നില്ല. മറ്റ് എല്ലാത്തിനും, റൂട്ട് ടെസ്റ്റിനും റേഷ്യോ ടെസ്റ്റിനും ഡീലംബേർട്സ് റേഷ്യോ ടെസ്റ്റിനും ഒക്കെ അതേപോലത്തെ ഒരു കൊറോളറി ഉണ്ടായിരുന്നു. ആ പാറ്റേണിൽ തന്നെ ഇതും പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ അബ്സല്യൂട്ട് കൺവേർജൻസിന്റെ ടെസ്റ്റുകൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്നൊരു ചെറിയ പോർഷൻ കൂടി ഉണ്ട് ഈ മൊഡ്യൂളിൽ. അതിനുശേഷം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം, കുറെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഓൾട്ടർനേറ്റിംഗ് സീരീസ് പഠിക്കാൻ വേണ്ടി റെഡിയാകുക. നോട്ട്സ് അതെല്ലാം നിങ്ങൾക്ക് തിയറി പാർട്ട് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി നോട്ട്സ് എഴുതാം. ഈ ബോർഡും കൂടെ നോക്കി കറക്റ്റായിട്ട് എന്തെങ്കിലും എറർ മറ്റേ നോട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിലുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാനുള്ള അറിവായിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നോട്ട്സ് കറക്റ്റായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.